അപ്പോൾ ഹായ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് ക്ലാസിഫിക്കേഷൻ്റെയും കുറച്ച് സ്റ്റേജിങ്ങിൻ്റെ ഒക്കെ പേരുകളാണ്. നമുക്ക് 2 മിനിറ്റ് നമുക്കൊന്ന് ഓടിച്ചിട്ട് നോക്കാമേ. അപ്പോൾ ആദ്യത്തെ ഒന്നും ബിസിനസ് ക്ലാസിഫിക്കേഷൻ. അത് ഈ ബൈൽഡൽറ്റ് ക്യാൻസറിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. പിന്നെ ഒന്ന് ബോർമാൻ ക്ലാസിഫിക്കേഷൻ. അത് ഈ അഡ്വാൻസ്ഡ് ക്യാൻസർ സ്റ്റൊമക്കിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അഡ്വാൻസ് എന്ന് പറയാൻ കാരണം എന്താ, അതിൽ മസിൽ ലെയർ ഇൻവോൾവ് ആണെങ്കിൽ അഡ്വാൻസ്ഡ്. അപ്പോൾ മസിൽ ലെയർ ഇൻവോൾവ് അല്ല ഏർലി ഗ്യാസ്ട്രിക് കാർസിനോമ ആണെങ്കിലോ അതിന് ലോറൻസ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും, ക്യാൻസർ സ്റ്റൊമക്കിൻ്റെ. അടുത്തത് ബുർച്ചാർഡ് സ്റ്റേജിങ്, അത് മീസോതീലിയോമയുടെയാണ്. ചാങ് സ്റ്റേജിങ്, അത് മെഡുലോബ്ലാസ്റ്റോമയുടെയാണ്. പിന്നെ ക്ലാർക്ക് സ്റ്റേജിങ്, ബ്രെസ്ലോ സ്റ്റേജിങ്, അതൊക്കെ മാലിഗ്നൻ മെലനോമയിലാണ്. ഇപ്പോൾ ക്ലാർക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്ലാർക്സ് 1 എന്ന് പറഞ്ഞാൽ എപ്പിഡെർമിസ് മാത്രം, 2 എന്ന് പറഞ്ഞാൽ പാപ്പിലഡെർമിസ് മാത്രം, 3 എന്ന് പറഞ്ഞാൽ ഡെർമൽ പാപ്പിലെ, 4 എന്ന് വെച്ചാൽ റെറ്റിക്കുലർ ഡെർമിസ്, 5 എന്ന് പറഞ്ഞാൽ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ. പിന്നെ ബ്രെസ്ലോ മറ്റേ പറയുന്നത് എത്ര ഇൻവോൾവ് ആയിട്ടുണ്ട് അതിൻ്റെ ഡയാമീറ്റർ, ആ തിക്നെസ്സിൻ്റെ ഇത് വെച്ചിട്ടാണ് പറയുന്നത്. എന്ന് വെച്ചാൽ -0.75 mm ആണെങ്കിൽ 1, 0.76 to 1.5 mm ആണെങ്കിൽ 2, ബ്രെസ്ലോസ് 2, 3 എന്ന് പറയുന്നത് 1.5 mm to 4 mm ആണെങ്കിൽ 3, 4 ആണെന്ന് പറഞ്ഞാൽ മോർ ദാൻ 4 mm ഇൻവോൾവ് ആയിട്ടാണെങ്കിൽ ബ്രെസ്ലോസ് 4 സ്റ്റേജ്. അപ്പോൾ അതൊക്കെയാണ് ക്ലാർക്സും ബ്രെസ്ലോയും മാലിഗ്നൻ മെലനോമയുടെ ആണെന്ന് മാത്രം തൽക്കാലം ഇപ്പോൾ ഓർത്തിരിക്കാം. പിന്നെ ഡൺഹിൽ ക്ലാസിഫിക്കേഷൻ, അത് തൈറോയ്ഡ് കാർസിനോമയുടെ ആണ്. പിന്നെ ഡ്യൂക്സ് ആൻഡ് അർബർ, അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഡ്യൂക്സ് ആൻഡ് അർബർ, അത് കോളോറക്ടൽ കാർസിനോമയുടെ ആണ്. പിന്നെ ഗ്ലിസൻ സ്കോർ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഹിസ്റ്റോപാത്തോളജിക്ക് എടുത്തിട്ട് ഏറ്റവും പ്രിഡോമിനൻ്റ് ആയിട്ട് ഏത് പാറ്റേൺ ആണ് കാണുന്നത് അതിൻ്റെയും പിന്നെ സെക്കൻഡ് പ്രിഡോമിനൻ്റ് ആയിട്ട് കാണുന്ന ഇതിൻ്റെയും പാറ്റേണിൻ്റെയും കൂടി കൂട്ടിയിട്ട് ഒരു സ്കോർ ഉണ്ടാക്കും. അതാണ് എന്ത് ഗ്ലിസൻ സ്കോർ. അത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ഒന്നും കൂടി പറയാം. നമ്മൾ ഹിസ്റ്റോപാത്തോളജി എടുക്കും, അതിൽ സ്ലൈഡിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പ്രിഡോമിനൻ്റ് ആയിട്ട് കാണുന്ന ഏതാണോ അതും പ്ലസ് സെക്കൻഡ് പ്രിഡോമിനൻ്റ് അതും കൂടി ആഡ് ചെയ്യുമ്പോൾ ഉള്ളതാണ് എന്ത് ഗ്ലിസൻ സ്കോർ. പിന്നെ അടുത്തത് ജാക്സൺ സ്റ്റേജിങ് എന്ന് പറയുന്നത് ക്യാൻസർ പെനിസിൻ്റെയാണ്. പിന്നെ ജോൺസൺ സ്റ്റേജിങ് എന്ന് പറയുന്നത് ബിനൈൻ കാസ്റ്റിക് അൾസറിൻ്റെയാണ്. പിന്നെ ലോറൻസ്, അത് ഓൾറെഡി പറഞ്ഞു, ലോറൻസ് മിങ്ങക്ക കാർസിനോമ സ്റ്റൊമക്കിൻ്റെയാണ്. മസോക്ക സ്റ്റേജിങ് തൈമോമയുടെയാണ്. നെവിൻ സ്റ്റേജിങ് ഗോൾ ബ്ലാഡർ കാർസിനോമയുടെയാണ്. നഗൂച്ചി എന്ന് പറയുന്നത് ലങ് അഡിനോ കാർസിനോമയുടെയാണ്. റോബ്സൺ എന്ന് പറയുന്നത് റീനൽ സെൽ കാർസിനോമയുടെയാണ്. ഷിമിഡ എന്ന് പറയുന്നത് ഷിംഡ സിൻഡെക്സ് ന്യൂറോബ്ലാസ്റ്റോമയുടെയാണ്. ബാർസലോണ ആൻഡ് ഒക്കുഡ സ്റ്റേജിങ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ബാർസലോണ ആൻഡ് ഒക്കുഡ സ്റ്റേജിങ് ലിവർ ക്യാൻസറിൻ്റെ. ബ്ലൂം റിച്ചാർഡ്സിനും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തായാലും ഓർത്തിരിക്കേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഗ്ലിസൻ സ്കോർ എന്തായാലും ഓർത്തിരിക്കണം. പിന്നെ ഈ ക്ലാർക്സും ബ്രെസ്ലോയും അത് മാലിഗ്നൻ മെലനോമയുടെ ആണെന്ന് ഓർത്തിരിക്കുക. പിന്നെ ലിവർ ക്യാൻസറോമയുടെ സ്റ്റേജിങ്, ബാർസലോണ ആൻഡ് ഒക്കുഡ സ്റ്റേജിങ്. പിന്നെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ബ്ലൂം റിച്ചാർഡ്സൺ സ്റ്റേജിങ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു.